അണ്ടത്തോട് ബീച്ചിൽ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട് എംഎൽഎ നുണ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ജനകീയ സമരസമിതി പ്രവർത്തകർ. കടൽക്ഷോഭം രൂക്ഷമായ പെരിയമ്പലം ബീച്ച് സന്ദർശിക്കുന്നതിനിടെയാണ് എൻ.കെ. അക്ബർ എംഎൽഎ നുണ പ്രചരണം നടത്തിയതെന്ന് ഇവർ ആരോപിച്ചു. പുതുതായി നിർമ്മിച്ച 1.25 കോടി രൂപയുടെ റോഡ് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് 4.5 കോടി രൂപയുടെ അശാസ്ത്രീയമായ രീതിയിൽ കടൽഭിത്തി കെട്ടുന്നത്. ജില്ലാ അതിർത്തിയായ തങ്ങൾപ്പടിയിലെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ചെയ്യണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യമെന്ന് കൺവീനർ എ.കെ. മൊയ്തുണ്ണി പറഞ്ഞു. ആദ്യമേ പറഞ്ഞു, ഈ കല്ല് 500 മീറ്റർ മാത്രം ഇട്ടാൽ അതിന്റെ തെക്കും വടക്കും ഭാഗം എന്തായിരുന്നാലും പോകും എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു. പരിപൂർണമായി ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് പുനർഗാം പദ്ധതിയിൽ ഭൂമി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരിവിടുന്ന് മാറി താമസിച്ചിട്ട് 2 കൊല്ലമായി. ഇന്നലെ എംഎൽഎ കൊടുത്തിട്ട കല്ലല്ല ഒരു സംരക്ഷണ മതില്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രീയമായ രീതിയിൽ ഈ പുന്നൂർകുളം പഞ്ചായത്തിന്റെ തീരദേശത്ത് മുഴുവനും പുലിമൂട്ട് കെട്ടി ഈ തീരം സംരക്ഷിക്കണമെന്നാണ്. പുലിമൂട്ട് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ തരികിടപ്പണി ചെയ്തുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. തീരദേശം ഇനിയും കൂടുതൽ ഇത് കടലെടുത്ത് പോവുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന് കീഴിൽ പഠനം നടത്തിയെന്ന എംഎൽഎയുടെ പ്രചരണം പ്രതിഷേധാർഹമാണ്. ആവശ്യമായ പഠനം നടത്തി ശാസ്ത്രീയ നിർമ്മാണം നടത്തി കടൽക്ഷോഭത്തെ ചെറുക്കാനുള്ള നടപടിയുടെ ഭാഗമായി പുലിമുട്ട് നിർമ്മാണം വേഗത്തിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്ന് ചാലിൽ അഷ്റഫ് പറഞ്ഞു. ഈ പുലിമുട്ട് കൊണ്ട് ഉദ്ദേശിക്കാന്ന് പറഞ്ഞാൽ കടലിന്റെ തിരയുടെ അതിന്റെ ഫോഴ്സിനെ, അതിന്റെ പ്രഷറിനെ കുറക്കുക എന്നുള്ളതാണ്. അത് കരയിലെത്തുമ്പോൾ ആ പ്രഷർ കുറഞ്ഞിട്ടാണ് കരയിലേക്ക് വരിക. അത് കുറച്ചാൽ മാത്രമേ തീരം സംരക്ഷിക്കപ്പെടുള്ളൂ. അല്ലാതെ ഈ ഭിത്തി കെട്ടിയിട്ട് കടലിനെ നമ്മൾ പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് പുലിമുട്ടാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. പ്രദേശത്ത് നിർമ്മാണത്തിനെത്തിച്ച കല്ലുകൾ കടലെടുത്ത നിലയിലാണുള്ളത്. ഇത്തരത്തിൽ കൂടുതൽ കല്ലുകൾ ഇറക്കുകയായിരുന്നുവെങ്കിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചേനെ. ഇത് തടഞ്ഞ ജനകീയ സമരസമിതിയോട് എംഎൽഎയും പഞ്ചായത്ത് ഭരണസമിതിയും നന്ദി പറയണമെന്നും നേതാക്കൾ പറഞ്ഞു. സമിതി നേതാക്കളായ എ.കെ. മൊയ്തുണ്ണി, മുസ്തഫ കമാൽ, ചാലിൽ അഷ്റഫ്, പി.കെ. സക്കരിയ, കെ.എം. ഷാഹിദ് എന്നിവരും പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും സംബന്ധിച്ചു.